തീരാനോവായി അർജുൻ. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ മൃതദേഹം നാളെ ബന്ധുക്കൾക്ക് കൈമാറിയേക്കും. മൃതദേഹം അർജുന്റെയാണെന്ന് സ്ഥിരീകരിക്കാനുള്ള DNA പരിശോധന ഇന്ന് നടക്കും. പോസ്റ്റ്മോർട്ടം നടപടികളും ഇന്ന് പൂർത്തിയാക്കും. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള പൂർണ്ണ ചെലവ് വഹിക്കുമെന്ന് കർണാടക സർക്കാർ അറിയിച്ചു. അർജുന്റെ ട്രക്ക് രാവിലെ കരയ്ക്ക് കയറ്റും. 72 ദിവസത്തെ തെരച്ചിലിനൊടുവിലാണ് അർജുനെ കണ്ടെത്തിയത്. വിവരങ്ങളുമായി കോഴിക്കോട്ടെ കണ്ണാടിച്ചാലിലുള്ള അർജുന്റെ വീട്ടിൽ നിന്ന് മിഥില ബാലൻ ചേരുകയാണ്. മിഥില, 72 ദിവസം അർജുൻ ഉണ്ടോ ഇല്ലയോ എന്ന ആ ഒരു ചിന്തയിൽ കഴിഞ്ഞ കുടുംബാംഗങ്ങൾ, അവർക്ക് ഇന്നലെ അത്ഭുതകരമായി ആ ഒരു വിവരം ലഭിക്കുന്നു. ആശ്വാസമെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ അർജുൻ ഇനിയില്ല എന്ന ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നു. ഈ സമയത്ത് അവരുടെ വീട്ടിൽ കടന്നു ചെല്ലുകയോ അവരെ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യുന്ന ഒന്നും ശരിയല്ല. എന്നാലും അയൽവാസികളും സുഹൃത്തുക്കളും ഒക്കെ അടക്കം ഈ ഷിരൂരിലേക്ക് പലരും പുറപ്പെട്ടു എന്നൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ. തീർച്ചയായും ക്രിസ്റ്റീന, 72 ദിവസം നീണ്ട കാത്തിരിപ്പിനാണ് വിരാമമായത് ഇന്നലെ ഉച്ചയോടെ 3 മണിയോടെ. ഇപ്പോൾ ഞാനുള്ളത് കണ്ണാടിക്കലാണ്, അർജുൻ്റെ വീടിന് സമീപമാണ്. ക്രിസ്റ്റീന നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സമീപനം ഉണ്ടാകരുത് എന്ന് ഇന്നലെ തന്നെ വീട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. വീടിന് മുന്നിൽ നിന്നോ അല്ലെങ്കിൽ വീട്ടിലേക്ക് വന്നോ റിപ്പോർട്ട് ചെയ്യരുതെന്ന ഒരു അഭ്യർത്ഥന അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വീട്ടിലേക്ക് നമ്മൾ പോയിട്ടില്ല. വീടിന് സമീപത്ത് റോഡരികിലാണ് നമ്മൾ നിൽക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഉച്ചയ്ക്ക് വന്ന ആ ഒരു വാർത്ത വളരെ ആശ്വാസകരമാണ്. അവർ അർജുനെ തിരിച്ചു കിട്ടില്ല എന്ന ഒരു യാഥാർത്ഥ്യം അവർ ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ 72 ദിവസമായി അവരൊരു കാത്തിരിപ്പിലായിരുന്നു. ആദ്യഘട്ടത്തിൽ അർജുനെ ജീവനോടെ കിട്ടും എന്ന ഒരു പ്രതീക്ഷ ആ കുടുംബത്തിനുണ്ടായിരുന്നു. പിന്നീട് മെല്ലെ മെല്ലെ ആ ഒരു പ്രതീക്ഷ അവർ കൈവിടുകയായിരുന്നു. അർജുൻ്റെ മൃതദേഹമെങ്കിലും തങ്ങൾക്ക് ലഭിച്ചാൽ മതിയായിരുന്നു എന്ന ഒരു പ്രാർത്ഥനയിലായിരുന്നു ആ ഒരു കുടുംബം ഉണ്ടായത്. ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കാഴ്ച കണ്ടിട്ടില്ല. ഒരു നാടൊന്നാകെ അല്ലെങ്കിൽ കേരളം ഒന്നാകെ ഒരു മനുഷ്യനായുള്ള കാത്തിരിപ്പ്. ആ കാത്തിരിപ്പിനാണ് 72 ദിവസം നീണ്ട ആ കാത്തിരിപ്പിനാണ് ഇന്നലെ വിരാമമായത്. നാളെ ആയിരിക്കും അർജുൻ്റെ മൃതദേഹം നാട്ടിലേക്ക്, അതായത് കണ്ണാടിക്കലിലേക്ക് എത്തുക. ഇന്നിപ്പോൾ DNA പരിശോധന കഴിഞ്ഞ് നാളെയായിരിക്കും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. അതിനുശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങൾ എങ്ങനെയെന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുക. നിലവിൽ ഈ ഒരു കുടുംബത്തിൻ്റെ മാനസികാവസ്ഥ, നമ്മൾ അർജുനെ കാണാതായി എന്ന് വാർത്ത കൊടുക്കുന്ന അന്നു മുതൽ ഈ നിമിഷം വരെ അവരുമായി മുഖാമുഖം നിന്ന് നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ഓരോ ആവശ്യങ്ങൾക്കും ഒപ്പം നിന്നിട്ടുണ്ട്. അവരുടെ പ്രതീക്ഷയായാലും അവരുടെ സങ്കടങ്ങളായാലും ആശങ്കയായാലും എല്ലാം സർക്കാരിന് മുന്നിലെല്ലാം നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അവരുടെ ഓരോ കാര്യങ്ങളും എടുത്തു പറയുകയാണെങ്കിൽ, അർജുനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഈ നാട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഈ നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവനാണ് അർജുൻ. 20ാമത്തെ വയസ്സിൽ ജീവിതഭാരം എടുത്ത് തലയിലേറ്റി വളയം പിടിച്ച് ഒരു ചെറുപ്പക്കാരനാണ്. ഈ കുടുംബത്തിൻ്റെ ഒരു അത്താണി, നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ചാലകശക്തി, അതായിരുന്നു അർജുൻ. ആ അമ്മയും അച്ഛനും 2 സഹോദരിമാരും ഭാര്യയും ഒരു കുഞ്ഞുമകനും അവരെല്ലാം വലിയ വലിയ പ്രതീക്ഷയിലായിരുന്നു അർജുനെ തിരിച്ചു കിട്ടുമെന്നത്. എന്നാൽ അവർക്ക് ആശ്വാസമാണ്, അതേസമയം തന്നെ വേദനയാണ്. അർജുൻ തിരിച്ചു വരില്ല എന്ന യാഥാർത്ഥ്യം അവർക്ക് ഉൾക്കൊണ്ടു കഴിഞ്ഞു. നാളെ എപ്പോഴായിരിക്കും മൃതദേഹം എത്തിക്കുക എന്നത് വരും മണിക്കൂറുകളിൽ മാത്രമേ. നമുക്ക് DNA പരിശോധന കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് കിട്ടി അതിൻ്റെ ഒരു മുറയ്ക്കായിരിക്കും നാളെ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുക. എന്തുതന്നെയാലും വലിയ ഒരു സങ്കടക്കടലിലാണ് കണ്ണാടിക്കലും ആ ഒരു വീടും ഈ പ്രദേശത്തെ മുഴുവൻ നാട്ടുകാരും അർജുൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും കേരളത്തിലെ ഒട്ടാകെ ജനങ്ങളും ഉള്ളത്. ക്രിസ്റ്റീന. കോഴിക്കോട്ടെ അർജുന്റെ വീടിന് സമീപം നിന്ന് മിഥില ബാലനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഷിരൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ കൂടി ചേരുകയാണ്. അരുൺ, ഈ ഷിരൂർ തെരച്ചിലിൽ തുടക്കം മുതൽ തന്നെ അരുൺ അവിടെയുണ്ട്. ഒരു സാധാരണക്കാരനായ ഒരു ലോറി ഉടമ കാണിച്ച അനിതര സാധാരണമായ ആർജവം, ആ ആർജവത്തോടൊപ്പം നിരവധി പേർ ചേരുമ്പോൾ 72ാമത്തെ ദിവസം നമുക്ക് ഒരു ഉത്തരം ലഭിക്കുന്നു. ആശ്വാസം എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ പോലും അർജുൻ ഇനി ഇല്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകും. DNA പരിശോധനയ്ക്കായി മൃതദേഹ ഭാഗങ്ങൾ അയക്കും. ഇന്നത്തെ നടപടി പൂർത്തീകരിച്ച് അർജുന്റെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോവുക, അത് വേഗത്തിലാക്കണം എന്നൊരാവശ്യമാണ് അർജുന്റെ കുടുംബം ഉന്നയിക്കുന്നത്. DNA പരിശോധനയാണ്. ആ DNA പരിശോധന ഫലം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അതിന് 2 ദിവസം ആവശ്യമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് തന്നെ അതിന്റെ സാമ്പിളുകൾ ശേഖരിക്കും. നേരത്തെ തന്നെ അർജുന്റെ സഹോദരന്റെ സാമ്പിൾ ശേഖരിച്ചതാണ്. ആ പരിശോധനാ ഫലം ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ പൂർണ്ണ ചെലവ് കർണാടക സർക്കാർ വഹിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിന് ഏകോപനത്തിന് വേണ്ടി ജില്ലാ കളക്ടറെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇന്നലെ ഈ ഗംഗാവലി പുഴയുടെ ആഴങ്ങളിൽ നിന്നും ഉയർത്തിയിട്ടുള്ള അർജുൻ ഓടിച്ചിരുന്ന ആ ലോറിയാണ്, ഭാരത് ബെൻസ് ലോറിയാണ്.
അതിൻ്റെ ക്യാബിൻ പൂർണ്ണമായും തകർന്ന നിലയിൽ നമുക്ക് കാണാം. കഴിഞ്ഞ 72 ദിവസം ഈ ക്യാബിനകത്തായിരുന്നു അർജുൻ ഉണ്ടായിരുന്നത്. ഇന്നലെയാണ് അത് കണ്ടെത്തുകയും മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളത്. പൂർണ്ണമായും അതിൻ്റെ ക്യാബിൻ തകർന്ന നിലയിൽ കാണാം. ഇതിപ്പോൾ ഈ കരയോട് ചേർന്ന ഭാഗത്താണ്. ഇത് പൂർണ്ണമായും കരയിലേക്ക് ഉയർത്താൻ ഇന്നലെ സാധിച്ചിരുന്നില്ല. 2 തവണയായി വടം പൊട്ടുകയും രാത്രി പിന്നെ ആ ദൗത്യം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ഇന്ന് രാവിലെ 8 മണിയോടെ തന്നെ ഈ ദൗത്യം പുനരാരംഭിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ ക്രെയിനുകൾ എത്തിച്ചുകൊണ്ട് ഈ ലോറി മുകളിലേക്ക് എത്തിക്കും, അതായത് കരയിലേക്ക് എത്തിക്കും. അതിനുശേഷം കൂടുതൽ മൃതദേഹാവശിഷ്ടമുണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഈ ലോറിക്കകത്ത് ഒരു പരിശോധന നടത്തും എന്നതാണ് നമ്മൾ എന്തായാലും മനസ്സിലാക്കുന്നത്. ക്രിസ്റ്റീന, കഴിഞ്ഞ 72 ദിവസമായി ഈ ഷിരൂർ ദൗത്യം മുന്നോട്ട് പോവുകയാണ്. അത് നമുക്കറിയാം, ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തുന്ന ഒരു ദൗത്യമായി എന്തായാലും ഇത് മാറും എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. കേരള ജനത ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ കേരള ജനത ഒരേ മനസ്സോടെ ഈ ഷിരൂർ ദൗത്യത്തെ വീക്ഷിക്കുകയും അതോടൊപ്പം തന്നെ അർജുൻ എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കണം എന്ന കാര്യം കേരള ജനത ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്തതാണ്. അതിന് നമുക്കൊരു ഉത്തരം ലഭിച്ചത് ഇന്നലെയാണ്. ജീവനോടെ അർജുനെ ലഭിക്കില്ല എന്ന കാര്യം ഉറപ്പായിരുന്നു. അത് ബന്ധുക്കൾ നേരത്തെ തന്നെ അത് ഉൾക്കൊണ്ടതാണ്. പക്ഷേ നമുക്ക് ഈ കാണുന്ന ഗംഗാവലി പുഴയുടെ ആഴങ്ങളിൽ ദുരൂഹമായി അത് അവസാനിക്കരുത് എന്നൊരാഗ്രഹം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അത് ലഭിക്കുന്നു. നമുക്ക് ഏതെങ്കിലും തരത്തിൽ സന്തോഷിക്കാനോ സമാധാനിക്കാനോ കഴിയുന്ന വാർത്തയല്ലെങ്കിൽ പോലും അതിനൊരു ഉത്തരം ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അർജുൻ്റെ മൃതദേഹം ഉടൻ തന്നെ നാട്ടിലേക്ക് എത്തിക്കുക എന്ന നടപടിയാണ്. അതിന് നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. നേരത്തെ ഇന്നലെ അർജുൻ്റെ കുടുംബം, അതായത് തിരിച്ചറിയാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു അടയാളം അർജുൻ്റെ നിലവിൽ ലഭിച്ചിട്ടുള്ള മൃതദേഹാവശിഷ്ടങ്ങളിൽ നിന്ന് ലഭിച്ചാൽ അത് മതി ഞങ്ങൾക്ക് സ്ഥിരീകരിക്കാൻ എന്ന് അർജുൻ്റെ കുടുംബം പറഞ്ഞിരുന്നു. പക്ഷേ ജില്ലാ കളക്ടർ ഉൾപ്പെടെ വ്യക്തമാക്കിയത് അതിൻ്റെ നിയമപരമായിട്ടുള്ള ഒഫീഷ്യൽ പ്രൊസീജിയേഴ്സ് പൂർത്തീകരിച്ചാൽ മാത്രമേ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മൃതദേഹം വിട്ടുകൊടുക്കാൻ സാധിക്കൂ എന്നതാണ്. അതിനുശേഷമാണ് DNA പരിശോധന ഉൾപ്പെടെ നടത്തും എന്നറിയിച്ചത്. DNA സാമ്പിൾ ഇന്ന് ശേഖരിക്കും. അതിനുശേഷം DNA പരിശോധനാ ഫലം 2 ദിവസത്തിനകം ലഭിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് വേഗത്തിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ അർജുൻ്റെ സഹോദരൻ്റെ സാമ്പിൾ ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചതാണ്. അതിനുശേഷം ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് ഈ കാർവാറിലെ ഗവൺമെൻറ് ആശുപത്രിയിൽ നടക്കുകയും ചെയ്യും. ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് വളരെ വേഗത്തിൽ അർജുൻ്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അത് ഇരു സർക്കാരുകളും ഏകോപിപ്പിച്ചുകൊണ്ട്, അതായത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇങ്ങോട്ട് എത്തിച്ചേരുന്നുണ്ട്. മഞ്ചേശ്വരം MLA ഉൾപ്പെടെ അല്പസമയത്തിനകം കാർവാറിൽ എത്തിച്ചേരും. അവർ ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കും. അതോടൊപ്പം തന്നെ ഇന്നലെ തന്നെ കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. പൂർണ്ണമായ എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ആ തരത്തിൽ അത് വേഗത്തിലാക്കി ആ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിച്ച് മൃതദേഹം കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴെന്തായാലും നടന്നു വരുന്നത്. ക്രിസ്റ്റീന, ശരി, 72 ദിവസങ്ങൾ നീണ്ട ചരിത്ര ദൗത്യം ഷിരൂരിൽ ഇന്നും തുടരും. ഇനി ലോകേഷിനെക്കുറിച്ചും ജഗന്നാഥനെക്കുറിച്ചും കർണാടക സ്വദേശികളായവരെക്കുറിച്ചുള്ള വിവരം ലഭിക്കാനുണ്ട്. അർജുനുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇന്ന് ആരംഭിക്കും. ഭാഷാന്തരങ്ങളില്ലാതെ നിരവധി പേർ കൈകോർത്ത ആ ദൗത്യം ഇന്നും തുടരുമെന്നാണ് അരുൺ പൂപ്പറമ്പ ഷിരൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.